എന്താണ് വിരാട് കോഹ്ലിക്ക് ഇങ്ങനെ പറ്റുന്നത്? ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കാൻ വിരാട് കോഹ്ലിക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഇപ്പൊ ട്രാവിസ് ഹെഡായിട്ട് ചുമ്മാ ഒരലമ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കയറി സ്ലെഡ് ചെയ്തതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് അവസാനം ഹെഡ് തിരിച്ച് സ്ലെഡ് ചെയ്തപ്പോൾ പണങ്ങിപ്പോ. ഇതെന്തോ കുഞ്ഞു കുട്ടികളുടെ കളി. ഒരു ജെന്റിൽമാൻ ഗെയിം ഒക്കെ ആകുമ്പോൾ വിരാട് കോഹ്ലി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എല്ലാ ഫാൻസിനും തോന്നി. അങ്ങനെ ഇപ്പൊ വിരാട് കോഹ്ലി ഫാൻസിന് വരെ ഇന്നലെ അത് അത്ര രസമായിട്ട് തോന്നിയില്ല. ആ മര്യാദയ്ക്ക് ഹെഡ് അവിടെ ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കും. വിരാട് കോഹ്ലിയാണ് ഫസ്റ്റ് എന്താ പറയാ ചെന്ന് സ്ലെഡ്ജ് ചെയ്യേണ്ടത്. പിന്നീട് നടന്നത് തിരിച്ച് ഹെഡിന് ഒരു അവസരം കിട്ടിയപ്പോൾ ഹെഡിനോട് ബോൾ ചെയ്യാൻ പറഞ്ഞു വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഹെഡ് പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല ഹെഡ് ആ സമയത്ത്. പക്ഷെ അതിനുശേഷം വിരാട് കോഹ്ലി ഔട്ടായപ്പോൾ ഹെഡ് ഒരു ഡയലോഗ് തിരിച്ചു പറഞ്ഞു. ഇത്രയൊക്കെ കേട്ടതല്ലേ, തിരിച്ചു പറഞ്ഞു, ഞാൻ ബോൾ ചെയ്യാൻ വരുമ്പോഴേക്കും താങ്കൾ പോയല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കോഹ്ലിയെ പ്രകോപിതനാക്കി. അത് മാത്രമല്ല, അവരെ ക്യാപ്റ്റൻ രജിത് പത്തിദാറുടെ വിക്കറ്റും ഇന്നലെ ട്രാവിസ് ഹെഡ് ബോൾ എറിഞ്ഞ് സ്വന്തമാക്കി. ആദ്യ വിക്കറ്റ് IPL സ്വന്തമാക്കി. അപ്പൊ ഇതൊക്കെ നടന്നപ്പോ കോഹ്ലി പിടിച്ചില്ല. തിരിച്ചു പോകുമ്പോ എല്ലാ കളിക്ക് ശേഷം എല്ലാവരും ഹാൻഡ് ഷേക്കിംഗ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ക്രിക്കറ്റിലുണ്ടല്ലോ. ആ സമയത്ത് കോഹ്ലി ഹെഡിന് കൈ കൊടുത്തില്ല. പക്ഷെ ഹെഡ് ഒന്നും മിണ്ടൊന്നുമില്ല, ഹെഡ് പോയി. പക്ഷെ ഹെഡിന് എത്രത്തോളം വിഷമമായിട്ട് അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കായിരുന്നു കോഹ്ലിക്ക് അത്. കാരണം കോഹ്ലി അങ്ങോട്ട് സ്ലെഡ് ചെയ്താണ് തുടങ്ങിയത്. എന്നിട്ട് തിരിച്ചു കിട്ടുമ്പോ അങ്ങനെ റീപ്ലൈ കൊടുക്കുന്ന കാര്യം, ഒരു ഇന്ത്യക്കാരനാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ കോഹ്ലിയുടെ ഈ ആറ്റിറ്റ്യൂഡും ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് കുറെ പേർക്ക് കോഹ്ലിയെ ഡിസ്റെസ്പെക്ട് തോന്നുന്നത്. അതാണ് ആരും കോഹ്ലിയെ സച്ചിനായിട്ടൊന്നും താരതമ്യം ചെയ്യട്ടെ. സച്ചിൻ അവിടെയാണ് സച്ചിന്റെ ഒരു ഹിസ് എ ജെന്റിൽമാൻ ക്രിക്കറ്റർ എന്ന് പറയുന്നത്. അവിടെയാണ് സച്ചിനായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോലും കോഹ്ലി മുട്ടിടിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇങ്ങനത്തെ കുറച്ച് അഗ്രഷൻസ് ആണ്. എനിവേ, കോഹ്ലിക്ക് ഇതൊരു ചീത്തപ്പേരാണ്. കോഹ്ലി അത് തിരുത്തട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പൊ സഞ്ജു സാംസണൊക്കെ കണ്ടില്ലേ, ഹെൻഡ്രിക്സ് ക്ലാസനൊക്കെ ആയിട്ട് അവരെ വഴക്ക് ഫീൽഡിൽ മാത്രം, കളിക്ക് ശേഷില്ല. അതുപോലെ തന്നെ കോഹ്ലിയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.